സോഷ്യൽ സുപ്പീരിയർ പ്രിയപ്പെട്ട മൈക്കിൾ അച്ച, പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ അച്ച, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിനും ഈ കൂടിവരവിനും കാരണഭൂതനായ പ്രിയപ്പെട്ട ഡീക്കൻ ഡോൺ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിപ്പോയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പട്ടം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല അല്ലേ? അതുകൊണ്ട് ഡോണിനോടാണ് നമ്മളേറെ കടപ്പെട്ടിരിക്കുന്നത്. ഡോണിൻ്റെ മാതാപിതാക്കൾ പ്രിയപ്പെട്ട രാജൻ ചേട്ടനും സിൽവി ചേച്ചിയുമാണ്. പ്രായം കൂടിയത് കൊണ്ട് ഞാൻ വിളിച്ചതല്ല, ബഹുമാനത്തിൽ വിളിച്ചതന്നേ ഉള്ളൂ, നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. നാളൊരു പട്ടത്തിന് ഞാൻ മാതാപിതാക്കളെ ഇങ്ങനെ ചേച്ചി ചേട്ടൻ എന്നൊക്കെ വിളിച്ചപ്പോൾ ആ മോൻ എന്നോട് വഴക്കുകൂടി. പിതാവിനേക്കാളും പ്രായമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. സഹോദരങ്ങൾ ഡയസും അനഖയും അല്ലേ? വല്യപ്പൻ ആരാ? സെബാസ്റ്റ്യൻ ആരായിരുന്നു ഇതിനകത്ത്? വല്യപ്പൻ ചായനാണ് അല്ലേ? വല്യമ്മച്ചി മേരിച്ച് അല്ലേ? ഈ ചാച്ചൻ്റെ പേരെന്നാ? അതാരാ? ആ, ഓക്കെ. എല്ലാവരെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ ഞാൻ സംബോധന ചെയ്തതായിട്ട് കരുതുക. പ്രിയപ്പെട്ട കൺവെൻഷൻ സഭയിലെ വൈദികരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സിസ്റ്റേഴ്സ്, നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു തിരുക്കർമ്മത്തിലാണ് നാം ആയിരിക്കുക. കാരണം നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, ഒരുപാട് നാളുകളായി പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോണിൻ്റെ പൗരോഹിത്യ സ്വീകരണം. ദൈവം അവനെ വിളിച്ചു എന്നുള്ളതാണ് ഈ വിളിയുടെ മുഴുവനും അടിസ്ഥാനം. ഇന്ന് രാവിലെ ഞാൻ പരിയാരം മദർ ഹോമിൽ ദൈവവിളി ക്യാമ്പിൽ കുർബാന ചൊല്ലിയിട്ടാണ് വന്നത്. അവരെന്നോട് സംസാരിക്കണമെന്ന് അവർ പറഞ്ഞത് ദൈവവിളി ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെയാണ് തിരിച്ചറിയുക എന്ന വിഷയത്തെക്കുറിച്ച് പിള്ളേരോട് സംസാരിക്കണമെന്നാണ്. വിശുദ്ധ കുർബാന മധ്യേ ഞാൻ അതാണ് പറഞ്ഞത്. ഏതാണേലും ഡോണിന് ദൈവവിളി ഉണ്ട്, അതുകൊണ്ടാണ് ഡോൺ ഇവിടെ എത്തിയത്. ഞാൻ 3-4 ലക്ഷണങ്ങൾ ദൈവവിളിയുടേതായിട്ട് അവിടെ പറഞ്ഞു. അത് എല്ലാ ലക്ഷണങ്ങളും ഡോണിനുണ്ട് എന്നാണ്. കർത്താവിനോടുള്ള സ്നേഹം, ഈശോയെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം, ഈശോയുടെ തിരുമുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ വിളിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഞാൻ ഒരു ലക്ഷണമായിട്ട് പറഞ്ഞത്. ആ ലക്ഷണം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. വാസ്തവത്തിൽ പ്രിയ വൈദികരെ, സമർപ്പിതരെ, നമ്മുടെ ദൈവവിളിയുടെ ആഴവും അർത്ഥവും അറിയേണ്ടത് അവിടെയാണ്. ദൈവത്തോട്, ഈശോയോട് നമുക്ക് എന്തുമാത്രം ആത്മബന്ധമുണ്ട്, അവൻ്റെ മുമ്പിലിരിക്കുന്നതിൽ നമുക്ക് എന്തുമാത്രം സന്തോഷമുണ്ട്, അവൻ്റെ സാന്നിധ്യം നമ്മെ എത്രമാത്രം ധൈര്യപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത് എങ്കിൽ തീർച്ചയായും നമ്മുടെ ദൈവവിളിയുടെ വഴിയിലല്ല എന്നോർക്ക്. എൻ്റെ പ്രിയപ്പെട്ട ഡോൺ, ഈ പുണ്യദിനത്തിൽ എനിക്ക് നിന്നോട് പറയാനുള്ള ഒന്നാമത്തെ സന്ദേശം ഇതാണ്. ദൈവമാണ് നിന്നെ വിളിച്ചത്. നിന്റെ വഴികളെ ശുഭമാക്കുവാൻ ദൈവം നിന്റെ കൂടെ നടക്കും. ഈ സങ്കീർത്തനങ്ങൾ, പട്ടത്തിൻ്റെ സങ്കീർത്തനം ചൊല്ലുമ്പോൾ പട്ടക്രമത്തിലെ ഒരു സങ്കീർത്തനം എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കാറുണ്ട്. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കും എന്ന ഒരു സങ്കീർത്തനം. കർത്താവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നടപ്പാണ്. എന്തൊരു നടപ്പായിരിക്കും അത്! ഭാവനയെ കണ്ടു നോക്ക്. കർത്താവ് നമ്മുടെ നേരെ നോക്കിക്കൊണ്ട് കർത്താവ് നടക്കും. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ നടക്കും. നമ്മൾ വീഴാതിരിക്കുവാൻ കർത്താവ് തൻ്റെ മുഖത്തിൻ്റെ പ്രകാശം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട ഡോൺ, ഇതാണ് കർത്താവിനോടൊത്തുള്ള ജീവിതം എന്ന് പറയും. പലപ്പോഴും നമ്മളെ ദൈവം വിളിച്ചത് ഈ ഒരു സത്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ സത്യം വിസ്മരിക്കുമ്പോൾ വൈദികർ തെറ്റിദ്ധരിക്കാറുണ്ട്. അവരെ ദൈവം വിളിച്ചിരിക്കുന്നത്
കോളേജിൻ്റെ പ്രിൻസിപ്പലാകാനും അതുപോലെ തന്നെ മറ്റ് വലിയ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരാകാൻ വേണ്ടിയൊക്കെയാണ് എന്ന്. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, അതൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ കാര്യത്തിനൊന്നുമല്ല. ദൈവം നമ്മളെ വിളിച്ചതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം തന്നോട് കൂടെ ആയിരിക്കുക എന്ന്. പൗരോഹിത്യത്തിന് എവിടെയെങ്കിലും ഇടർച്ച സംഭവിച്ചു എങ്കിൽ, പുരോഹിതരെ കുറിച്ച് ദൈവജനത്തിന് എന്തെങ്കിലും പരാതിയുണ്ട് എങ്കിൽ, പ്രിയ മകനെ, അത് ഈ ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ്. കർത്താവിൻ്റെ ഒപ്പം ഇരിക്കാൻ മനസ്സില്ലാത്ത വൈദികരെ കുറിച്ച് മാത്രമേ ജനത്തിന് സങ്കടവും പരാതിയും ഉള്ളൂ എന്നുള്ള സത്യം നമ്മൾ ഓർക്കുക. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ റോമിൽ സിനഡ് നടക്കുമ്പോൾ അതിനകത്ത് ഒരു അൽമായ നേതാവിനോട് മാർപ്പാപ്പ പ്രസംഗിക്കാൻ പറഞ്ഞു. വൈദികരെ കുറിച്ചുള്ള അൽമായരുടെ പ്രതീക്ഷകളെ കുറിച്ചൊക്കെയാണ്. അതിനകത്തൊരു അൽമായൻ, അദ്ദേഹം വലിയൊരു പേപ്പൽ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം സഭയ്ക്ക് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയുടെ തലവനാണ്. ഞാൻ പേര് പറഞ്ഞ് ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല, അദ്ദേഹം അങ്ങനെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലാത്ത ആളായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എന്നെ വളരെയേറെ സ്പർശിച്ചു. അതിങ്ങനെയാണ്: പരിശുദ്ധ പിതാവേ, വൈദികരുടെ മനുഷ്യരാണ്, അവർക്ക് കുറവുകളും പരിമിതികളും ഉണ്ട്. അവരുടെ ഇടർച്ചയുടെ കഥകൾ കേട്ട് ഞങ്ങളാരും പതറിപ്പോകുന്നില്ല. സാരമില്ല, അവർ ഞങ്ങളുടെ മക്കളല്ലേ, അവര് തെറ്റിതിരുത്തി തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ എനിക്ക് വൈദികരെ അടുത്തറിയുമ്പോൾ ഭയമുള്ളൂ. ദിവസത്തിൽ ഒരു കൊന്ത പോലും ചെല്ലാത്ത അച്ഛനെ കാണുമ്പോൾ ഞാൻ ഭയപ്പെടാറുണ്ട്. കാനന നമസ്കാരങ്ങൾ 3 നേരം ചൊല്ലാൻ സമയമില്ലാത്ത വൈദികരെ കുറിച്ച് കാണുമ്പോൾ ഞാൻ ഭയപ്പെടാറുണ്ട്. വിശുദ്ധ കുർബാന ഏറ്റവും വേഗത്തിൽ ചൊല്ലിത്തീർത്തിട്ട് ജോലിക്ക് വേണ്ടി വ്യഗ്രതപ്പെടുന്ന വൈദികരെ കാണുമ്പോൾ ഞാൻ ഭയപ്പെടാറുണ്ട്. പ്രിയപ്പെട്ട ഡോണെ, ഞാനിത് നിന്നോട് പറയുന്നത്, ഈ ഒരു സത്യം നിന്റെ ഹൃദയത്തിൽ മായാതെ സൂക്ഷിക്കണം. കാരണം നമുക്കൊരു കുറവുമില്ല എന്നും ഒരു പ്രതിസന്ധികളും ഇല്ലാത്ത മനുഷ്യരാണ് നമ്മളെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല. നമ്മൾ വെറും പച്ചയായ മനുഷ്യരാണ്, മൺപാത്രങ്ങളിൽ നിധി കിട്ടിയവരാണ് എന്ന് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മൺപാത്രം ഉടയാതിരിക്കണമെങ്കിൽ അവൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതുണ്ട് എന്നുള്ള സത്യം നീ ഹൃദയത്തിൽ സൂക്ഷിക്കുക. തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. എല്ലാ വചനവും വ്യാഖ്യാനിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ സുവിശേഷം മാത്രമേ വ്യാഖ്യാനിക്കുന്നു. ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിച്ചു എന്നാണ് വിശുദ്ധ യോഹന്നാൻ്റെ ഭാഷ്യം. സമാന്തര സുവിശേഷങ്ങളിൽ ഈശോ പെസഹ വ്യാഴാഴ്ചയാണ് അന്ത്യത്താഴ വേളയിൽ പൗരോഹിത്യം സ്ഥാപിക്കുന്നെങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്നത് ഉത്ഥാനം ചെയ്ത് ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ. ഈ പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെ അർത്ഥം, ഓരോ വാചകവും വളരെ പ്രധാനപ്പെട്ടതാണ്. ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ ഈശോ വന്നവരുടെ മധ്യേ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇതാണ് ആദ്യത്തെ വാചകം. യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ കതകടച്ചിരിക്കുക. ശരിക്കും ശിഷ്യത്വത്തെ ഭയം വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. വൈദികരെ ഭയം ബാധിച്ചിട്ടുണ്ട്. വാതുറന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ വൈദികരിൽ പലർക്കും ധൈര്യം കിട്ടാതെ പോകുന്നുണ്ട്. നമ്മൾ വല്ലതും പറഞ്ഞിനി വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട, ഒരു കാര്യത്തിനും ധൈര്യമില്ലാത്ത അവസ്ഥയിൽ വൈദികരെത്തിപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, ഈ ഭയത്തിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് കർത്താവ് കൂടെയില്ല എന്നുള്ളത് മാത്രമാണ് പുരോഹിതനെ ഭയപ്പെടുത്തുന്നത്. ദൈവം ഭരമേൽപ്പിച്ച ദൗത്യങ്ങളുടെ നിർവഹണത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത് എന്നുള്ള സത്യം ഓർക്കുക. ഭയപ്പെട്ടവൻ പുരോഹിതനാകാൻ അവകാശമുള്ളവനല്ല. ഭയമുള്ളവന് കതകടച്ചകത്തിരിക്കാനേ അവകാശമുള്ളൂ. അതാണ് ശിഷ്യന്മാർ ചെയ്യുന്നത്. ഭയചകിതരായി നിൽക്കുകയാണ്.
പലപ്പോഴും ഡീക്കനാകുന്നതിന് മുൻപും സബ് ഡീക്കനായിരിക്കുന്നവരും ഒക്കെ വന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്, തലശ്ശേരിക്കാര്, ഷമ്മാശന്മാർ, പിതാവേ, ഞങ്ങൾക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ ഒരു ധൈര്യം വരുന്നില്ല. ആളുകളെല്ലാവരും അച്ഛന്മാരെ കുറിച്ച് ചീത്തയും തെറിയും ഒക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട്. ഞങ്ങൾ പോയി MA പഠിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ അവന്മാർ പോകുന്നു. MA പഠിക്കുന്നത് ധൈര്യം ഉണ്ടാക്കാനുള്ള കോഴ്സൊന്നുമല്ല. അത് പഠിച്ചതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് കിട്ടാനും പോകുന്നു. നീ പോകുന്നെങ്കിൽ പോയിക്കോ, ഞാൻ അവരോട് പറയും. പക്ഷേ നിന്റെ ഭയത്തിൻ്റെ കാരണം നീ കർത്താവിനോട് വിശ്വസ്തയോടെ വ്യാപരിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഡോൺ, പൗരോഹിത്യ വഴിയിൽ നിന്നെ എപ്പോഴെങ്കിലും ഭയം ബാധിച്ചാൽ നീ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമേ ഉള്ളൂ, കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ട് ഭയമെന്നെ വിഴുങ്ങി എന്നുള്ള സത്യം. പക്ഷെ കർത്താവ് നമ്മളെ കൈവിടുന്നില്ല എന്നുള്ള സത്യം. അവിടുന്ന് വന്ന് പറഞ്ഞു, സമാധാനം നിങ്ങളോടുകൂടെ. ഉത്ഥാനം ചെയ്ത ഈശോയുടെ പേരാണ് സമാധാനം. സമാധാനം എന്ന് പറയുന്ന ഒരു ആശംസയല്ല, ഒരു ഗുഡ് മോർണിംഗ് പറയുന്ന പോലെയല്ല ഈശോ എന്ന് സമാധാനം എന്ന് പറയും. സമാധാനം എന്നാൽ ഉത്ഥിതനായ ഈശോയുടെ പേരാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മുടെ ഭയത്തിൻ്റെ അടിസ്ഥാന കാരണമറിയുന്ന നമ്മുടെ പൗരോഹിത്യ ധർമാനുഷ്ഠാനങ്ങളിലെ ഉദാസീനതയുടെയും നിസ്സംഗതയുടെയും വിരക്തിയുടെയും അർത്ഥമറിയാവുന്ന കർത്താവ് വന്ന് നമ്മളോട് പറയുക, സമാധാനം നിന്നോടുകൂടെ. മകനെ, ഉത്ഥാനം ചെയ്ത ഞാനിതാ നിന്റെ കൂടെയുണ്ട്. പിന്നെ നീ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ അസ്വസ്ഥനാകുന്നത്? എന്തിനാ നിരാശപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നതിൻ്റെ അർത്ഥം. ഈശോ അവരെ തൻ്റെ കരങ്ങളും പാർശ്വവും കാണിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ വചനം. പ്രിയപ്പെട്ട ഡോണെ, പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ കർത്താവ് നിന്നെ പ്രലോഭിപ്പിക്കാൻ കാണിക്കുന്ന ഒരേ ഒരു കാഴ്ച, അത് കർത്താവിൻ്റെ തിരുമുറിവുകൾ മാത്രമാണ്. വേറെ ഒരു വാഗ്ദാനവും ഈശോ ഒരു പുരോഹിതനും നൽകിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇന്നത് ലഭിച്ചില്ല എന്നതിൻ്റെ പേരിൽ നമുക്ക് സങ്കടപ്പെടാൻ അവകാശമില്ല. പുരോഹിതനെ കർത്താവ് പ്രലോഭിപ്പിച്ചത് തൻ്റെ തിരുമുറിവുകൾ കാണിച്ചുകൊണ്ടാണ്. എൻ്റെ കൈകളും പാർശ്വവും കാണുക. പട്ടം കൊടുക്കുന്നതിന് മുൻപ് കർത്താവിന് നിന്നോടും പറയാനുള്ള ഇത് മാത്രമാണ്, കർത്താവിൻ്റെ കരങ്ങളും പാർശ്വവും കാണുക. അവിടെയുള്ളത് ഇപ്പോഴും വേദന വിങ്ങുന്ന അവിടുത്തെ തിരുമുറിവുകൾ മാത്രമാണ് എന്ന് മകനെ നീ മനസ്സിലാക്കുക. എന്തിനാ കർത്താവ് ഈ മുറിവുകൾ കാണിക്കുക എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം ഈ മുറിവുകളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമ്മോട് സംസാരിക്കുന്നത് എന്ന സത്യം ഓർക്കുക. പുരോഹിതന് ദൈവം വാഗ്ദാനം ചെയ്തത് അവിടുത്തെ തിരുമുറിവുകളിലെ പങ്കാളിത്തമാണ്. വേറെയെല്ലാം നമ്മൾ വൃഥാവിൽ കണ്ട സ്വപ്നങ്ങൾ മാത്രമാണ്. അവിടുന്ന് നമുക്ക് തന്ന അടിസ്ഥാനപരമായ വാഗ്ദാനം ആ മുറിവുകളാണ്. പൗരോഹിത്യത്തിനെതിരായി വലിയ അധിക്ഷേപങ്ങള്, ആരോപണങ്ങള് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യം അങ്ങ് ആവിയായി പോകുമെന്നും പൗരോഹിത്യത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും കുറഞ്ഞു എന്ന് ആരെങ്കിലും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ തെറ്റിദ്ധാരണ മാറ്റണം. മിശിഹായുടെ പുരോഹിതന്മാർക്ക് ഒരിക്കലും ആരും ചുവപ്പ് പരവതാനികൾ വിരിക്കുകയോ അവരെ കരഘോഷത്തോടെ സ്വാഗതം ചെയ്യുകയോ ചെയ്തിട്ടില്ല. മിശിഹാ തന്റെ പുരോഹിതന്മാരെ നിയോഗിച്ചത് കനൽ വിരിച്ച വഴികളിലൂടെ നടക്കാനാണ്, സഹനത്തിന്റെ ഒടുങ്ങാത്ത ഭൂമികയിൽ പാദമുറപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് നമ്മളാരും മറന്നു പോകാൻ പാടില്ല. വൈദികർക്കെതിരായി, സന്യസ്തർക്കെതിരായി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാളിതുവരെയും ആരും കേൾക്കാത്ത വിധത്തില് എന്തോ കേൾക്കേണ്ടി വരുന്നു എന്ന് വിചാരിച്ച് നിങ്ങളാരും ഭയപ്പെടരുത്. കാരണം എന്താണ്? മിശിഹായുടെ പൗരോഹിത്യം അന്നു മുതൽ ഇന്നോളം വേദനയുടെ
പീഡാനുഭവത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ വഴിയിലൂടെയാണ് നടന്നത്. ക്രിസ്ത്യാനികളെ തിളച്ച എണ്ണയിൽ അവർ മുക്കിപ്പൊരിച്ചിരുന്നു. പുരോഹിതരെയും മെത്രാന്മാരെയുമാണ് ആദ്യം അപ്രകാരം പൊരിച്ചിരുന്നത്. മെത്രാൻ അരയിൽ സാക്ഷ എന്നൊരു ചുമന്ന പട്ട കെട്ടുന്നതിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ ഇന്നൊരു അലങ്കാരമായിട്ട് കെട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അത് രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഒരു സമൂഹത്തിൽ ആരെയാണ് ആദ്യം കൊല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ അത് മെത്രാനെ തന്നെയാണ് ആദ്യം കൊല്ലേണ്ടത് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ സാക്ഷി ധരിച്ച് മെത്രാൻ സഞ്ചരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വേദനയുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും വഴിയിൽ നടക്കാൻ തന്നെയാണ് ഈശോ മിശിഹ നമ്മളെ വിളിച്ചത്. അവിടുന്ന് അഷ്ടസൗഭാഗ്യങ്ങൾ ശിഷ്യർക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ 8ാമത്തെ സൗഭാഗ്യം ഞാൻ വിചാരിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിലെ വൈദികർക്കുള്ള സാക്ഷ്യമാണ്. അത് മറ്റൊന്നുമല്ല, മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ എല്ലാത്തരം ആരോപണങ്ങളും വ്യാജമായി ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് എന്ന് പറഞ്ഞ ശേഷം ഈശോ ഒരു വാചകം കൂട്ടിച്ചേർത്തു. അത് പഠിച്ചിട്ടുണ്ടാവും, ഞാൻ ചോദിക്കുന്നില്ല ഏതാ വാചകം എന്ന്. ഇനി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തന്നെ മോശമാവും, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഈശോ കൂട്ടിച്ചേർത്ത വാചകം ഇതാണ്: എന്തെന്നാൽ നിങ്ങൾക്ക് മുൻപേ വന്ന പ്രവാചകന്മാരോടും അവർ അപ്രകാരം തന്നെയാണ് ചെയ്തത്. രക്ഷാകര ചരിത്രത്തിന്റെ നെടുന്തൂണുകളാകാൻ ദൈവം നിയോഗിച്ച പ്രവാചക പ്രമുഖന്മാര്, പുരോഹിത ശ്രേഷ്ഠന്മാര്, രക്ഷാചരിത്രത്തിൽ അവർക്കെല്ലാം ദൈവജനം കരുതി വെച്ചത് ഈ സങ്കടങ്ങളുടെ തീച്ചൂളയാണ്. രക്തസാക്ഷിത്വത്തിന്റെ എരിയുന്ന കനൽപാതകളായിരുന്നു എന്നുള്ള സത്യം ഈശോ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, നിങ്ങൾ അധിക്ഷേപിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ, കാരണം കൂടാതെ നിങ്ങൾ വെറുക്കപ്പെടുകയും കുറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കുക, രക്ഷാകര ചരിത്രത്തിന്റെ നെടുന്തൂണുകളായ പുരോഹിത പ്രമുഖരുടെയും പ്രവാചക ശ്രേഷ്ഠരുടെയും നിരയിലാണ് ദൈവം എന്നെയും നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്കുള്ള ഓഹരി ദൈവം എനിക്കും തന്നിരിക്കുന്നത് എന്ന്. ഇതുവരെയും ആരുടെയും ഒരു അധിക്ഷേപവും കേൾക്കാത്ത വൈദികരുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശങ്കിക്കണം. നിങ്ങൾ നടക്കുന്നത് കർത്താവിൻ്റെ വഴിയിലാണോ, അതാരെയെങ്കിലുമൊക്കെ പ്രസാദിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണോ? കാരണം കർത്താവിൻ്റെ വഴിക്ക് എന്നും ഈ വിമർശനത്തിൻ്റെയും എതിർപ്പിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും നിഴല് വീണിട്ടുണ്ട് എന്ന തിരുവചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അവിടുന്ന് തൻ്റെ തിരുമുറിവുകളും പാർശ്വങ്ങളും കാണിച്ചുകൊണ്ട് ശിഷ്യരെ പൗരോഹിത്യത്തിലേക്ക് ക്ഷണിക്കുന്നത്. തുടർന്ന് ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിനുവേണ്ടി ഈശോ ചെയ്തത് എന്താ? അവരുടെ ശിരസിൽ ഊതി എന്നാണ് പറയുന്നത്. ബൈബിളിൽ 2 തവണയെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ദൈവം ഊതുന്നത് ബൈബിളിൽ 2 തവണയുള്ളൂ. ഒന്ന്, സൃഷ്ടി നടത്തുമ്പോൾ ദൈവം ഊതി. കളിമണ്ണ് കൊണ്ട് ആദ്യ മനുഷ്യനെ മെനഞ്ഞെടുത്ത് അവന് ജീവൻ കൊടുക്കാൻ വേണ്ടി ദൈവം ആദ്യമായി ഊതി. അവൻ ചോരയും നീരുമുള്ള ജീവശ്വാസമുള്ള മനുഷ്യനായി അവൻ എഴുന്നേറ്റ് വന്നു. ഇതാ ദൈവമായ കർത്താവ് രണ്ടാമതൊരിക്കൽ കൂടി ഊതുന്നത് അത് പൗരോഹിത്യം സ്ഥാപിക്കാനാണ്. അതൊരു പുതിയ സൃഷ്ടിയാണ്. പ്രിയപ്പെട്ട ഡോൺ, നിന്റെ മേലിന്നിപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ, സ്ലീഹന്മാരുടെ പിൻഗാമിയായി നിന്റെ മേൽ കൈവയ്ക്കാൻ തിരുസഭ എന്നോട് ആവശ്യപ്പെടുമ്പോൾ, സത്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഈശോ മിശിഹ ഇറങ്ങി വന്ന് പിതാവിൻ്റെ തിരുഹിത പ്രകാരം നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതി നിന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ്, അത്യുന്നതന്റെ ശക്തി ഇതുപോലെ ഇറങ്ങി പരിശുദ്ധ അമ്മയുടെ മേൽ വന്നപ്പോൾ
അമ്മയുടെ ഉദരത്തിൽ ഈശോ രൂപം കൊണ്ടതുപോലെ പ്രിയ മകനെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും ഒന്ന് തന്നെ. നമ്മെ ഈശോയാക്കി രൂപാന്തരപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നലെ വരെയും നമ്മുടെ ഇടയിൽ നടന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഡോണെങ്കില്. അവൻ സെമിനാരിയിൽ ചേർന്ന് വൈദികനായി പട്ടം സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്ന് നിറഞ്ഞപ്പോൾ ഇനിമേൽ അവൻ സംസാരിക്കുന്നത് ഈശോ മിശിഹായാണ് എന്ന് സത്യമായും നമ്മൾ വിശ്വസിക്കുന്നു. അടുത്ത മണിക്കൂറിൽ ഈ ബലിവേദിയിൽ ഡോൺ പരിശുദ്ധ കുർബാന അർപ്പിക്കും. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈശോയുടെ ശരീരം കരങ്ങളിലെടുത്തവൻ പറയും, ഇതെന്റെ ശരീരമാണ് എന്ന്. പറയുന്നത് ഡോണാണ് എങ്കിലും വിശ്വാസത്തിൽ നാം തിരിച്ചറിയുന്നു ആ പറഞ്ഞത് ഡോണല്ല, മറിച്ച് നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായാണ് എന്ന്. ഈശോയാക്കി ഈ മകനെ മാറ്റുന്ന അത്ഭുതമാണ് പരിശുദ്ധാത്മാവ് ഈ അൾത്താരയിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നാളെ ഈ പരിശുദ്ധ കുമ്പസാരക്കൂട്ടിലിരുന്ന് ഡോൺ നിങ്ങളുടെ പാപങ്ങൾ കേട്ട് പറയും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇന്നലെ വരെയും നമ്മുടെ കൂടെ നടന്ന വലിയ പറമ്പ് കുടുംബത്തിലെ 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ വാക്കായിട്ട് നമ്മൾ ആരും അതെടുക്കുന്നില്ല. മറിച്ച് പ്രിയപ്പെട്ടവരെ, പാപമേറ്റ് പറഞ്ഞ നമ്മളോട് കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞ അനുഗ്രഹത്തിന്റെ തിരുവചനമായിട്ട് നമ്മളത് സ്വീകരിക്കുന്നു. ആ ഒരു മാറ്റം ഈ മകനിൽ വരുത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പ്രിയപ്പെട്ട ഡോണെ, ഇന്ന് മുതൽ നീ വ്യത്യസ്തനായ മനുഷ്യനാകും. നിന്നെ കണ്ടാൽ ഒരു മാറ്റവുമില്ല. നിന്റെ പ്രവർത്തനങ്ങളിലും കാര്യമായ മാറ്റമൊന്നും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് നീ നിരന്തരം വളർത്തിയെടുക്കേണ്ട ചിന്ത, ഞാൻ ഈശോയായി രൂപാന്തരപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ആ രൂപാന്തരീകരണമാണ് എന്നിൽ വരുത്തിയിരിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പൗരോഹിത്യത്തെ കുറിച്ചുള്ള ഹോമിലിയിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് സമർപ്പിക്കപ്പെട്ട അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മേൽ ഇറങ്ങി വരുമ്പോൾ അത് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നത് പോലെ പുരോഹിതന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ സത്യമായും ഈശോ മിശിഹായായി രൂപാന്തരപ്പെടുകയാണ്. ആ വലിയ രൂപാന്തരീകരണത്തിന് നാം എല്ലാവരും സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ഡോണെ, തിന്മയുടെ ശക്തിയായ സാത്താൻ നിന്നെ പഴയ മനുഷ്യനാക്കാൻ നിരന്തരം പ്രലോഭിപ്പിക്കും. പക്ഷെ ഓർക്കുക, പരിശുദ്ധാത്മാവ് നിന്നെ ഈശോ മിശിഹായായി രൂപാന്തരപ്പെടുത്തി എന്നുള്ള സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്നിട്ട് ഈശോ പറഞ്ഞു, നീ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. വൈദികർക്ക് ദൈവം 2 നാണയങ്ങൾ നൽകുന്നു, 2 താക്കോല് കൊടുക്കുന്നു. അങ്ങനെയാണ് പട്ടം സ്വീകരണം കഴിയുന്നപാട് ചൊല്ലുന്ന സങ്കീർത്തനമാണ്. ദാസർക്ക് ആത്മീയ നാണയമാകുന്ന കക്ര നൽകിയ മിശിഹായെ. 2 താക്കോലുകളാണ് ഡോണിന് കിട്ടുന്നത്. അത് ബൈക്കിൻ്റെയും കാറിൻ്റെയും താക്കോലല്ല, 2 താക്കോലുകൾ പുരോഹിതർക്കുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സ്വർഗം തുറക്കാനുള്ള താക്കോൽ, മറ്റേത് സ്പെയർ കീ അല്ല, മറ്റേത് വേറെ താക്കോൽ. നരകം പൂട്ടി സൂക്ഷിക്കാനുള്ള താക്കോൽ. ഇത് നമ്മളുടെ ഉത്തരവാദിത്വം. സ്വർഗം തുറന്ന് ദൈവാനുഗ്രഹം ദൈവജനത്തിന് വാങ്ങിച്ചു കൊടുക്കും, നരകത്തെ പൂട്ടി സൂക്ഷിക്കും. ചില അച്ഛന്മാർ താക്കോലുകൾ മാറി ഉപയോഗിക്കാറുണ്ട്. അവർ നരകം പൂട്ടിയിടുകയും സ്വർഗം തുറന്നിടുകയും ചെയ്യുന്ന സാഹചര്യം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചില തിരിച്ചു ഉപയോഗിക്കും. എന്താണ്? ഒരു സ്വർഗം പൂട്ടിയിടും, നരകം തുറന്നിടും. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദാനം
പാപമോചനത്തിൻ്റെ അത്ഭുതകരമായ ദാനം. മകനെ, ദൈവം നിനക്ക് തരുന്നത് ദൈവജനത്തെ എന്നും വിശുദ്ധിയിൽ നിലനിർത്താനാണ് എന്ന സത്യം ഓർക്കുക. വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളൻ്റെ നേരവകാശികളാണ് ഫ്രാൻസിസ്കൻ കൺവെൻച്വൽസ് എന്നാണ് അവർ എപ്പോഴും പറയാറുള്ളത്. ആരാണ് ഒറിജിനൽ ഫ്രാൻസിസ്കൻസ് എന്ന് ചോദിച്ചാൽ കൺവെൻച്വൽസ് ആണെന്നാണ് നിങ്ങൾ പറയുക, അല്ലേ? യെസ്. അപ്പോൾ ബാക്കി എല്ലാവരും ഇതിൽ നിന്ന് പല കാലങ്ങളിൽ പിരിഞ്ഞവരാണെന്നാണ്. ഏതാണെങ്കിലും ഫ്രാൻസിസ്കൻ ആധ്യാത്മികത നിങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നതിൽ, ജീവിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അസീസിയിലെ ബസലിക്കായിൽ ഞങ്ങൾ മെത്രാന്മാരെല്ലാം കൂടെ ആദിലീമിന വിസിറ്റേക്ക് പോയി. അപ്പോൾ അത് നിങ്ങൾ കൺവെൻച്വൽസാണ് അത് നോക്കി നടത്തുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ തന്നെയായിരിക്കും ഒറിജിനൽ ഫ്രാൻസിസ്കൻസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാണെങ്കിലും പ്രിയപ്പെട്ട ഫ്രാൻസിസ്കൻസ്, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ ആദരവും സ്നേഹവുമുണ്ട്. നിങ്ങളുടെ ഈ വേഷം തന്നെ പല പിള്ളേരെയും പ്രലോഭിപ്പിക്കുന്നു. സെമിനാരി പോകാൻ വേണ്ടി ഇവിടെ ഡോണിനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ കൺവെൻച്വൽ സഭയിൽ പോയത്? അവരുടെ ഉടുപ്പ് കണ്ട് മോഹിച്ച് പോയതാണെന്ന് പറഞ്ഞാൽ, ആ ഉടുപ്പ് അവനെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്ന ഉടുപ്പ്. ഈ ഉടുപ്പ് കൊണ്ട് തന്നെ പല പിള്ളേരും സെമിനാരി ചേരുന്നുണ്ട്. ഉടുപ്പ് കണ്ട് മാത്രം അവിടെ നിൽക്കാൻ പറ്റിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഉടുപ്പ് വലിയ കൃപയുടെ ഒരു സാക്ഷ്യമാണ്. ഈ ഉടുപ്പ് ധരിച്ച് എന്തിനാണ് നിങ്ങൾ ഈ കയറ് അരയെ കെട്ടിയേക്കുന്നതെന്നറിയാമോ? പിശാചിനെ തല്ലി ഓടിക്കാൻ വേണ്ടിയാണ് ഫ്രാൻസിസ് പുണ്യാളൻ കയറ് കൊടുത്തത്. മനസ്സിലായോ? അത് വെറുതെ കെട്ടിവെക്കാനുള്ളതല്ല. ഇടയ്ക്കിടയ്ക്ക് ആ കയറിൻ്റെ അറ്റം കൊണ്ട് പിശാചിനെ ഓടിക്കണം. അല്ലാണ്ട് പിശാചിനെ ആ കയറെ കെട്ടിക്കൊണ്ട് നടക്കരുത്. കൂടെ പിശാചിനെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ കയറിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. നിങ്ങൾ കൺവെൻച്വൽ സന്യാസ സമൂഹം നമ്മുടെ തലശ്ശേരി അതിരൂപതയുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ നാട്ടക്കൽ ഇടവക, ഇവരെയാണ് നമ്മൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഇടവക്കാരെല്ലാവരും വളരെ സംതൃപ്തരായി നിങ്ങളുടെ അജപാലന ശുശ്രൂഷ സ്വീകരിക്കുന്നു എന്നുള്ളതിൽ, അവിടെ നിന്ന് ഒരാൾ പോലും ഒരു പരാതിയും പറയാറില്ല എന്നുള്ളതിൽ രൂപതാധ്യക്ഷനായി എനിക്ക് വളരെ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. ഷാജി അച്ഛനാണ് ഇപ്പോൾ അവിടുത്തെ വികാരി. അദ്ദേഹം കൗൺസിലറൂടെയാണ് അതല്ലേ? കൗൺസിലറായിട്ട് വേറെ ആരോ പോയപ്പോഴങ്ങോട്ട് മാറ്റി വെച്ചതാണ്. അങ്ങനെയാണല്ലേ? ഏതാണെങ്കിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞായതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആക്കുമായിരിക്കും വരും. അതുകൊണ്ട് ഷാജിച്ചിന് ഒരു ഭാവി ഉണ്ടെന്ന് കരുതിയാൽ മതി. ഏതാണെങ്കിലും അച്ഛൻ നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക്, നമ്മുടെ സഭാ നവീകരണ ധ്യാനത്തിൽ മുടക്കം കൂടാതെ അനേകം ധ്യാനങ്ങൾ ഈ രൂപതയിൽ അച്ഛൻ പ്രസംഗിച്ചു എന്നുള്ളതും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കൺവെൻച്വൽ സഭയിലെ വൈദികരെ കുറിച്ച് എപ്പോഴും നല്ലത് മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. നിങ്ങളുടെ ഫ്രാൻസിസ്കൻ ആധ്യാത്മികത അനുദിനം തീഷ്ണതയോടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡോണിനും ഈ ഒരു ഫ്രാൻസിസ്കൻ ആധ്യാത്മികത അർത്ഥപൂർണമായി ജീവിക്കുവാനും കമ്മ്യൂണിറ്റി ലൈഫ് എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കൺവെൻച്വൽസിൽ നിന്ന് പോരാതെ നിന്നത് എന്നാണ് ഡോൺ എന്നോട് പറഞ്ഞത്. കമ്മ്യൂണിറ്റി ലൈഫ്, ഡോണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മെമ്പേഴ്സൊക്കെ വളരെ നല്ലവരായിരുന്നു, അല്ലേ? എന്നും അത്തരം ആളുകളുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ ഡോണിനെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കേൾക്കാൻ ചെവിയില്ലാത്തവരും ഇതൊക്കെ കേൾക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകളും ദൈവാനുഗ്രഹങ്ങളും. മാതാപിതാക്കളോടുകൂടി ഒരു വാക്ക് പറയണം, അല്ലേ? നിങ്ങൾ പേരൻസ് വളരെ അനുഗ്രഹീതരാണ്. നിങ്ങളുടെ 3 മക്കളിൽ ഒരാൾ, 10 ഉണ്ടെങ്കിൽ 1 കൊടുത്താൽ മതി എന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നതെങ്കിലും നിങ്ങൾ 3 പേരിൽ ഒരാളെ ദൈവത്തിന് കൊടുത്തു. അത് ദൈവം വിലമതിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവർ 2 പേരും പല പഠിത്തമൊക്കെ കഴിഞ്ഞ് മിക്കവാറും അവർ ഇരിപ്പ് കണ്ടിട്ട് ഈ നാട്ടിലൊന്നും നിൽക്കാൻ സാധ്യതയില്ലായിരിക്കും, അല്ലേ? ഡയസും അനഘയും ഒക്കെ ഈ വൈദികരാകാൻ പോയാൽ, ഈയിടെ ഒരു അപ്പൻ എന്നോട് പറഞ്ഞു, ഒരുത്തൻ അച്ഛനായതുകൊണ്ട് ഈ നാട്ടിൽ ഒരാളെങ്കിലും ശേഷിച്ചു പിതാവേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവൻ അച്ഛനായി കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരില്ലല്ലോ. പക്ഷേ അവൻ അച്ഛനായിട്ടുള്ളതുകൊണ്ട് ഈ നാട്ടിലെങ്കിലും ഉണ്ട്.
രൂപതപ്പെട്ടക്കാരനായതുകൊണ്ട് പറ്റും. നിങ്ങൾ ഈ നാട്ടിലുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ മാതാപിതാക്കളെ നിങ്ങളുടെ കൂടെയൊന്നും ഇവരുണ്ടാകിയാൽ, പക്ഷേ ഇവരുടെ പ്രാർത്ഥനയും ഇവരർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനകളും സ്വർഗത്തിന് മുമ്പിൽ ഇവർ നടത്തുന്ന മാധ്യസ്ഥ പ്രാർത്ഥനകളും നിങ്ങൾക്കെന്നും അനുഗ്രഹവും കൃപയുമായിത്തീരും. നിങ്ങൾക്ക് ഒരു വൈദികൻ്റെ മാതാവിനും പിതാവിനും ദൈവം മാലാഖമാരുടെ സംരക്ഷണം നിരന്തരം കൊടുക്കുന്നുണ്ട് എന്ന സത്യം നിങ്ങൾ മനസ്സിൽ ഓർക്കുക. നിങ്ങൾ സഹോദരങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് വിദേശത്ത് പോയാലും നിങ്ങളുടെയൊക്കെ തന്നെ ഉത്തരവാദിത്വമാണ്. അത് വേണ്ട രീതിയിൽ കൃത്യതയോടെ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വൈദികർ സ്വസ്ഥമായി തങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ നിറവേറ്റുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ വൈദികരുടെ സഹോദരങ്ങളുടെ വലിയ ത്യാഗമുണ്ട്. അവർ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതുകൊണ്ടാണ് അച്ഛന്മാർക്ക് വളരെ ശ്രദ്ധയോടെ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഡോണിനെ അപ്രകാരം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കണമെങ്കിൽ ഡയസ് വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നടത്തുമോ? വെരി ഗുഡ്. അപ്രകാരം നിങ്ങളുടെ കുടുംബം ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ. ആദ്യമായിട്ടാണ് ഒരു പട്ടത്തിന് സഭയിലെ അച്ഛന്മാരെല്ലാവരും വെസ്റ്റ്മെൻസ് എല്ലാം ധരിച്ചു വന്നിരിക്കുന്നത് ഞാൻ കാണുന്നത്. ഈ വേനൽക്കാലത്ത് ഉഷ്ണമാണെങ്കിൽ നിങ്ങളെടുത്ത ഈ ത്യാഗം തീർച്ചയായും നിങ്ങളുടെ സഭയ്ക്കും ഡോണിനും അനുഗ്രഹമായി തീരും എന്നെനിക്ക് ഉറപ്പുണ്ട്. മറ്റ് സഭക്കാർക്ക് ഇതൊക്കെ അനുകരിക്കാവുന്നതാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനും പിതാവുമായ ജോസഫ് മെത്രാപ്പൊലീത്തായുടെയും അവരുടെ സഹ ശുശ്രൂഷികളുടെയും ക്ഷേമത്തിനു വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്തിക്ക് വേണ്ടി കർത്താവേ ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയം ത്യജിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങേ അനുഗമിക്കുവാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങേ തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യം വഴി സമ്പൂർണമായി അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന അങ്ങേ അനുകരിച്ച് ലളിത ജീവിതം നയിക്കുവാനും മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വിധേയനായി സഭാസേവനം അനുഷ്ഠിക്കുവാനും ലോകത്തിലെങ്ങും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ ശിഷ്യന്മാരുടെ അടയാളമായ സഹോദര്യം പുലർത്തുവാനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങിൽ നിന്ന് പഠിക്കുവാനും നല്ല ഇടയനായ അങ്ങയെ പോലെ അജഗണത്തിനു വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായി എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും എല്ലാവരെയും അങ്ങേക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിൻ്റെതാകാതെ ജീവിതം നയിക്കുവാനും കാണാതെ പോയ ആടുകളെ തീടിപ്പിടിക്കുവാനും അങ്ങയുടെ അജഗണത്തിൽ ഉൾപ്പെടാത്തവയെയും നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും
ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമറിയക്കാരനായിരിക്കുവാനും അവശതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും കർത്താവേ, സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും കർത്താവേ, സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങേ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഈ മകന് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. 122 സങ്കീർത്തനമാണ് അടുത്തു വരുന്ന കാനോന പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നത്. കർത്താവേ, നിന്റെ ശുശ്രൂഷകനിൽ ധാരാളമായി കൃപ വർഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. തുടർന്ന് ഈശോയുടെ തിരുപ്പട്ടം സ്വീകരിക്കാൻ ആഗ്രഹിച്ചണഞ്ഞിരിക്കുന്ന ഈ വൈദികാർത്ഥിക്ക് ആവശ്യമായ എല്ലാ ദാനങ്ങളും വരങ്ങളും കൃപകളും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭക്തിപൂർവം ഈ പ്രാർത്ഥനകളിൽ പങ്കുചേരാം. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. കർത്താവേ, നിൻ ശുശ്രൂഷകനിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്ന പോലെയും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അപമാനം സഹിച്ചു മടുത്തു. ആക്ഷേപകരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. കർത്താവേ, നിൻ ശുശ്രൂഷകനിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നിൻ ശുശ്രൂഷകനിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. കർത്താവേ, നിൻ ശുശ്രൂഷകനിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിർമ്മലരായ ആത്മാക്കളെ നിഗൂഢമായി പ്രകാശിപ്പിക്കുകയും സജ്ജീകൃതമായ ദീപങ്ങളിൽ ശുദ്ധതയുടെ പ്രകാശരശ്മികൾ പരസ്യമായി ഉജ്ജ്വലിപ്പിക്കുകയും സകലരുടെയും നന്മയ്ക്കായി അനവരതം കതിരുകൾ ചിന്തുകയും ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ സ്തുത്യർഹമായ പ്രഭയാൽ അങ്ങയുടെ മുൻപാകെ വിനയപൂർവ്വം പ്രണമിക്കുന്ന അങ്ങയുടെ ഈ ദാസന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. സന്നദ്ധതയോടെ അങ്ങയുടെ ദാനം സ്വീകരിക്കുവാനും തിളങ്ങുന്ന മാണിക്യം പോലെ അങ്ങയുടെ പ്രകാശത്തെ വിസ്മയനീയമാം വിധം സ്വീകരിക്കുവാനും അധികാരപൂർവ്വം അത് മറ്റുള്ളവരുടെ മേൽ ചൊരിയുവാനും അങ്ങയുടെ കൃപയാൽ ഈ മകനെ യോഗ്യനാക്കണമേ. പൗരോഹിത്യധർമ്മം
ശ്രദ്ധാപൂർവം നിർവഹിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ നിർമ്മലമായി പരികർമ്മം ചെയ്യുവാനും ഈ മകന് വരം നൽകണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യം ഈ ദാസനേകുവാനായി പരിശുദ്ധാത്മാവെ വേഗം പറന്നിറങ്ങണമേ എന്ന ഹൃദയസ്പർശിയായ പ്രാർത്ഥനാ ഗാനമാണ് അടുത്തതായി ആലപിക്കുന്നത്. പൗരോഹിത്യം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കല്ലാതെ മറ്റാർക്കും ഈ കൃപ ലഭിക്കില്ലെന്ന് തിരുവചനം സാക്ഷിക്കുന്നു. മിശിഹായുടെ ബലി അർപ്പിക്കുവാൻ, സ്നേഹത്തിൻ ബലിയാകുവാൻ, ദുഃഖിതരെ പരിരക്ഷിക്കുവാൻ എന്നിങ്ങനെ പുരോഹിതൻ അനുഷ്ഠിക്കേണ്ട വിവിധ കർത്തവ്യങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവയുടെ വിശ്വസ്തമായ നിർവഹണത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകണമെന്ന് ആരാധനാ സമൂഹം ഏകസ്വരത്തിൽ ഇപ്പോൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈ സമയം സംസ്ഥാനക്കായി പ്രാർത്ഥിക്കാം. ദേവാലയത്തിന് വെളിയിലുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവം പങ്കുചേരുന്നു. ശിഷ്യഗണത്തിന്മേൽ വന്നു നിറഞ്ഞു വസിച്ചവനാം ആശ്വാസക പരിശുദ്ധാത്മാ ആരാധകരിലിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവി ദാസനേകണമേ. തിരുസഭയെ നയിച്ചിടാൻ, നിൻ സുവിശേഷം നൽകിടാൻ, ദുഃഖിതരെ പരിരക്ഷിപ്പാൻ വരവിന്നരുളുക ദാസൻ ഞാൻ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവി ദാസനേകണമേ. പുതിയൊരു ജീവൻ പുൽകാനായി കുതുകൊടു നിന്മാതിൽ മുട്ടും ജനമതിലേകട്ടെ ദാസൻ ജീവജലം മാമോദീസ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവി ദാസനേകണമേ. നിന്നുടെ ബലിയർപ്പിക്കാനും സ്നേഹത്തിൻ ബലിയാകാനും ജനതതി നന്മയിലേറാനും വരവിന്നരുളുക ദാസൻ ഞാൻ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവി ദാസനേകണമേ. അടുത്തതായി അംശവടിയും അധികാര ചിഹ്നങ്ങളും അടിഞ്ഞ് അഭിവന്യ പിതാവ് വൈദികാർത്ഥിയെ സമീപിക്കുന്നു. പുരോഹിതാർത്ഥി ഇരുമുട്ടുകളും കുത്തി കൈകൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. രണ്ട് മുട്ടുകൾ കുത്തുന്നത്
രണ്ട് ദാനങ്ങൾ അഥവാ രണ്ട് നാണയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ്. ബലി അർപ്പിക്കുക, പാപവിമോചകമായ മാമോദീസ നൽകുക എന്നീ രണ്ട് പുരോഹിത കർത്തവ്യങ്ങളെയാണ് രണ്ടു നാണയങ്ങൾ സൂചിപ്പിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവദിക്കുവാനും ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച് അവരെ ദിവ്യഭോജനം കൊണ്ട് പോറ്റുവാനും അധികാരവും കൃപാവരവും ലഭിക്കുന്നു എന്ന് കാണിക്കാനാണ്. ഈ ദിവ്യകർമ്മം നിർവഹിക്കുവാൻ അഭിവന്യ പിതാവിനെ ശക്തിപ്പെടുത്തണമെന്ന് നമുക്ക് ഭക്തിപൂർവം ഇപ്പോൾ പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ശാന്തമായി ഇരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായി ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. പട്ടം നൽകൽ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനമായ ഭാഗത്ത് നാം എത്തിക്കഴിഞ്ഞു. അടുത്ത് നടക്കുന്ന രണ്ട് കൈവെപ്പ് പ്രാർത്ഥനയോടുകൂടി നാം ഏവർക്കും പ്രിയങ്കരനായ ശംശാന സെബാസ്റ്റ്യൻ വലിയ പറമ്പിൽ മിശിഹായുടെ പുരോഹിതനാകാൻ നിയോഗിതനാവുകയാണ്. അഭിവന്യ പിതാവ് ഇടത്തുകരം യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കുന്നു. ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ എന്ന യാചനയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലതുകരം പൗരോഹിത്യം സ്വീകരിക്കുന്ന ആളിന്റെ മേൽ ഉയർത്തിപ്പിടിക്കുന്നു. സത്യാത്മാവ് ദൈവീക ദാനങ്ങൾ ഇയാളുടെ മേൽ വർഷിക്കട്ടെ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. തനിക്ക് ലഭിച്ചിരിക്കുന്ന ശ്ലൈഹിക അധികാരം ഉപയോഗിച്ച് സഭയിൽ വൈദികനാകുവാൻ താൻ സമർപ്പിക്കുന്ന ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹണത്തിന് പരിപൂർണനാക്കണമേ എന്ന് അഭിവന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വൈദികാർത്ഥിയുടെ നെറ്റി മുതൽ പിറകോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും റൂഷ്മ ചെയ്യുന്നു. ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേർതിരിക്കപ്പെട്ട ഈ സഹോദരന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവർണ്ണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവീക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങെന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇതങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവെപ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഈ മകന്റെ മേലിറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും ഈ മകൻ ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഈ മകനെ പരിപൂർണനാക്കട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവിന്റെ ഭൗതിക ശരീരമായ സഭയിലെ ജനത്തിനു വേണ്ടിയാണ് പുരോഹിതൻ അഭിഷിക്തനാകുന്നത്. അതുകൊണ്ട് വൈദികാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അർക്കതിയാക്കോൻ വിശ്വാസികളുടെ സമൂഹത്തോട് നടത്തുന്ന അഭ്യർത്ഥനയാണ് അടുത്തതായി നടക്കുന്നത്. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകാൻ പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശംശാന സെബാസ്റ്റ്യൻ വലിയ പറമ്പലിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പട്ടം നൽകൽ ശുശ്രൂഷയിലെ രണ്ടാമത്തെ കൈവെപ്പ് പ്രാർത്ഥനയാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. സത്യവചനം പ്രസംഗിക്കുവാനും
രോഗികളുടെ മേൽ കൈകൾ വെച്ചവരെ സുഖപ്പെടുത്തുവാനും പാപം മോചിക്കാനുമുള്ള അധികാരം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ അവസാനം വൈദികാർത്ഥിയെ റൂഷ്മ ചെയ്ത് സമർപ്പിക്കുന്നതോടുകൂടി അപ്പസ്തോലിക പാരമ്പര്യം വഴി മെത്രാന്മാർക്കുള്ള ശ്ലൈഹിക അധികാരം ഉപയോഗിച്ച് അഭിവന്യ പിതാവ് മിശിഹായാൽ തിരഞ്ഞെടുക്കപ്പെട്ട സെബാസ്റ്റ്യൻ വലിയ പറമ്പിൽ ശംശാനിക്ക് പൗരോഹിത്യ പദവി നൽകുന്നു. ഈ മഹനീയവും പരിപാവനവുമായ നിമിഷത്തിൽ മനസ്സിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ബലഹീനമായ മനുഷ്യകരങ്ങളിൽ ഇത്ര മഹനീയമായ ഒരു നിക്ഷേപം വെച്ച് നീട്ടാൻ തിരുമനസ്സായ പരമകാരുണ്യകനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിന്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്ലീഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തെരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഈ മകന് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈകൾ വച്ച് അവരെ സുഖപ്പെടുത്തുന്നതിന് തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ അങ്ങയുടെ വിശുദ്ധ മധുബഹായിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിന്റെ ഭാഗഭാഗിത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമോദീസ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഈ മകൻ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുൻപാകെ പ്രത്യാശാപൂർവം നിൽക്കുന്നതിനും വേണ്ടി എൻ്റെ കർത്താവേ, ഈ മകനെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ തിരുസുതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശ്ലൈഹികമായ കൈവെപ്പ് വഴി ശംശാന സെബാസ്റ്റ്യൻ വലിയ പറമ്പിൽ മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് വൈദികനായി തീർന്നിരിക്കുന്നു. ഇതുവരെ ധരിച്ചിരുന്ന ശംശാനയുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ മാറ്റി തലസ്ഥാനത്ത് പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ അഭിവന്യ പിതാവ് ഇപ്പോൾ അദ്ദേഹത്തെ അണിയിക്കുന്നു. ധരിച്ചിരിക്കുന്ന കൊത്തീന സത്യജ്ഞാനം വഴി ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായി തീർന്നതിന്റെ അടയാളമായും അതിനു മുകളിൽ ധരിക്കുന്ന സൂനാറ എന്ന അരക്കെട്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ എന്നും പൂർണ്ണ വിശുദ്ധിയോടെ നിൽക്കുവാൻ ശുദ്ധതയാകുന്ന സുഹൃതം കൊണ്ട് ബന്ധിക്കുന്നതിന്റെ അടയാളമായും നിലകൊള്ളുന്നു. കരങ്ങളിൽ അണിയിക്കുന്ന സന്ധ്യ പുരോഹിതന്റെ കരങ്ങളിലൂടെ പരികർമ്മം ചെയ്യപ്പെടുവാൻ പോകുന്ന ദിവ്യരഹസ്യങ്ങളുടെ മഹനീയതയെ കുറിക്കുന്നു. കഴുത്തിന് ചുറ്റും ധരിക്കുന്ന ഓറാറ പരിശുദ്ധിയുടെയും നിർമ്മലതയുടെയും പ്രതീകവും പൗരോഹിത്യ ശുശ്രൂഷയുടെയും അധികാരത്തിന്റെയും ഏറ്റവും സവിശേഷമായ അടയാളവുമാണ്. ഏറ്റവും പുറമെ ധരിക്കുന്ന കാപ്പ നീതിയുടെ വസ്ത്രമെന്നാണ് അറിയപ്പെടുന്നത്.
സ്വർഗീയ മഹത്വത്തെയും ദൈവീക പരിശുദ്ധിയെയും ദ്യോതിപ്പിക്കുന്ന കാപ്പ നീതിസൂര്യനായ മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുകാരനാണ് പുരോഹിതൻ എന്ന് വ്യക്തമാക്കുന്ന അടയാളവുമാണ്. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവനും നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടെ തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അധികാരപ്പെടുത്തുന്നതാണ് പൗരോഹിത്യം. ഇത് സൂചിപ്പിക്കുവാൻ അഭിവന്യ പിതാവ് നവവൈദികൻ ഇപ്പോൾ സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. തുടർന്ന് അഭിവന്യ പിതാവ് നവവൈദികന്റെ കരവും ശിരസും മൂറോൻ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് റൂഷ്മ ചെയ്യുകയാണ്. അഭിഷേകം ചെയ്യപ്പെടുന്ന ഈ കരങ്ങൾ പരിശുദ്ധമായി പരിരക്ഷിക്കാനുള്ള കൃപ നവവൈദികന് നൽകണമേ എന്ന് നമുക്ക് തീക്ഷ്ണമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്ന് തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടമാക്കാൻ അഭിവന്യ പിതാവ് നവവൈദികന്റെ ശിരസിൽ ചുംബിക്കുകയും ചെയ്യുന്നു. പ്രിയമകനെ, വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ഫാദർ സെബാസ്റ്റ്യൻ വലിയ പറമ്പിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്താൽ ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മുടെ ഇടവകയിൽ നിന്നും ഇതാ ഒരാൾ കൂടി പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവം കാണിച്ച ഈ അതിരറ്റ സ്നേഹത്തിന് അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും ഈ മഹാദാനം സ്വീകരിച്ച വ്യക്തിയിൽ ദൈവാനുഗ്രഹം നിരന്തരമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുമാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാ ഗാനത്തിലൂടെ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കാർമിക നാണയമാ കാർമിക നാണയമാ നൽകിയ മിശിഹായേ നിൻതുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവരാം ദാസരിനീ ദാസർക്കാത്മിക നാണയമാ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. നിന്റെ ധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. ജീവജാലങ്ങളിൽ നിന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും.
ദാസർക്കാത്മിക നാണയമാ നൽകിയ മിശിഹായേ നിൻതുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവരാ ദാസരിൽ നീ ദാസർക്കാത്മിക നാണയമാ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. രക്ഷകനാം മിശിഹായേ ഞങ്ങൾ ചരിക്കും മാർഗങ്ങൾ നീതാൻ ശോഭനമാക്കുന്നു ശക്തിയിലും നിൻബുദ്ധിയിലും രക്ഷകനാം മിശിഹായേ കനിവോടു ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിക്കൂ നീതാൻ കനിവോടു ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിക്കൂ ആരാധകരാം ദാസരിധി പാരം ബലവാനാക്കണമേ ആരാധകരാം ദാസരിധി പാരം ബലവാനാക്കണമേ നരരക്ഷകനാം മിശിഹായേ. പൗരോഹിത്യം എന്ന അമൂല്യദാനം നൽകി കരുണാസമ്പന്നനായ ദൈവം സെബാസ്റ്റ്യൻ അച്ഛനെ തന്റെ ബലിപീഠത്തിലെ ശുശ്രൂഷകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിന്റെ ബലിപീഠത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണം കാണിക്കാൻ നവവൈദികൻ അർക്കദയാക്കോനാൽ നയിക്കപ്പെട്ട് ആദ്യം ബലിപീഠത്തിന്റെ വലത്തുവശവും പിന്നീട് ഇടതുവശവും ചുംബിക്കുന്നു. തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുന്നിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ കരം ചുംബിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ഞങ്ങൾ നിന്നെ വിളിക്കുന്നു നാഥാ കൃപയും അനുഗ്രഹവും മണ്ഡാരത്തിൽ നിന്നിവരിൽ ലോപമിഴാതെ ഒഴിച്ചാലും ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. ഞങ്ങൾക്കറിയാമഖിലേശ നീതാൻ പാപവിമോചകനും ഞങ്ങൾക്കറിയാമഖിലേശ നീതാൻ പാപവിമോചകനും ഭൂതദയാമയ മാനസനും കാരുണ്യാർന്ന മഹാശയനും ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. ഇതാ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം. തിരുസഭയിൽ ഒരു പുരോഹിതൻ കൂടി ഇന്ന് അഭിഷിക്തനായിരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ഗണം തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛന് സ്നേഹനിർഭരമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനാ നിർഭരമായ ആശംസകളും അർപ്പിക്കുന്ന
ഹൃദയഹാരിയായ രംഗത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. പൗരോഹിത്യ ജീവിതത്തിൽ ഒരേ ചിറകുകളുള്ള തങ്ങൾ സെബാസ്റ്റ്യൻ അച്ഛന് എന്ത് സഹായവും പ്രോത്സാഹനവും നൽകാം, നൊമ്പരങ്ങളിൽ സാന്ത്വനമാകാം, ഒറ്റപ്പെടുമ്പോൾ സാഹോദര്യത്തിന്റെ കരം നീട്ടാം, ശക്തി ക്ഷയിച്ചാൽ ബലപ്പെടുത്താമെന്ന വാഗ്ദാനങ്ങളുമായിട്ടാണ് ഓരോ വൈദികനും സെബാസ്റ്റ്യൻ അച്ഛനെ സ്നേഹചുംബനം അർപ്പിക്കുന്നത്. പുരോഹിത ഗണവും ദൈവജനവും ഒന്നടങ്കമാഹ്ലാദിക്കുന്ന ഈ നിമിഷം നമുക്ക് അഭിവന്യ പിതാവിനോട് ചേർന്ന് ഒരു പുരോഹിതനെ കൂടി നൽകി തന്റെ ജനത്തെ കടാക്ഷിച്ച് അനുഗ്രഹിച്ച സ്വർഗീയ പിതാവിന് നന്ദി പറയാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിലും നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നനാക്കുന്നവനും അങ്ങാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിന്റെ നിഗൂഢവും സ്തുത്യർഹവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, വിജയശ്രീലാളിതമായ കുരിശിന്റെ ശക്തിയും ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധകന്യകയും അനുഗ്രഹമാതാവും കൃപാപരിപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ മാറി ഔസേപ്പിന്റെയും സ്നാപക യോഹന്നാന്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശ്രുത യോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഭാരതത്തിന്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാശ്ലീഹായുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രേക്ഷിതായ ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പ്രഥമ വേദ സാക്ഷിയായ മാർ എസ്തഫാനോസിന്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാർ അദ്ദായുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗീവർഗീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും മാർ അപ്രേമിന്റെയും മറ്റു മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും ഞങ്ങളുടെ സഭയിലെ മറ്റു വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയമുള്ളവരെ, ഈ തിരുക്കർമ്മങ്ങൾ ഇവിടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഇത് ഏറ്റവും കൃപാദായകമാക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. വളരെ സവിശേഷമായി തോമാപുരം ഫൊറോന പള്ളിയുടെ വികാരിയായ ബഹുമാനപ്പെട്ട മാർട്ടിൻ കിഴക്കേത്തലയ്ക്കലച്ചൻ ഈ ഒരു തിരുക്കർമ്മങ്ങൾ ഏറ്റവും കൃപാദായകമാക്കി തീർക്കാൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നെനിക്കറിയാം. അച്ഛൻ ഈ പള്ളിയുടെ വികാരിയായി വന്നത് തോമാപുരം ഫൊറോന പള്ളിയുടെ സുവർണകാലം എന്നറിയപ്പെടും. നമ്മളിന്ന് കാണുന്ന അതിമനോഹരമായ പള്ളിമേടയും സെമിത്തേരി അനുബന്ധ വിഷയങ്ങളുമെല്ലാം ഏറ്റവും കൃപാപൂർണം പരിഹരിച്ചത് പ്രിയപ്പെട്ട
മാർട്ടിനച്ഛൻ്റെ നേതൃത്വത്തിലാണ്. അച്ഛൻ്റെ ദീർഘവീക്ഷണത്തെയും സഭാ ശുശ്രൂഷയിലെ ആത്മാർത്ഥതയെയും ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട വികാരിച്ചനോട് ചേർന്ന് കൊച്ചച്ഛൻ ജിൽബർട്ട് അച്ഛൻ ഏറ്റവും ഭംഗിയായി എല്ലാം ക്രമീകരിച്ചു. അച്ഛനെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. തോമാപുരത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആരാധനാ സഭയിലെയും അതുപോലെ സെൻറ് ആൻസ് ഓഫ് ബാംഗ്ലൂരിലെയും സഭയിലെയും സന്യാസ സഭാംഗങ്ങൾ ഏറെ കൃപയോടെ ഈ ശുശ്രൂഷകൾ അലങ്കരിക്കാൻ വേണ്ടി അധ്വാനിച്ചു എന്നുള്ളത് സത്യമാണ്. ഏത് ശമാശൻ്റെ പട്ടമുണ്ടെങ്കിലും സ്വന്തം ആങ്ങളയുടെ പട്ടമായി കരുതി പുരോഹിതരെ സ്നേഹിക്കുകയും അതെല്ലാം ക്രമമായി ഭംഗിയാക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങളോടുള്ള വലിയ സ്നേഹവും ഞങ്ങളുടെ കടപ്പാടും ഏറ്റുപറയാൻ വേണ്ടി കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ളവർക്കൊക്കെ നവവൈദികൻ തന്നെ നന്ദി പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ നന്ദി പറയുന്നില്ല. റോൺഷിയാളച്ചന് ഞാൻ നന്ദി പറയേണ്ട കാര്യമില്ല, അച്ഛൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ അച്ഛനോടത്തെ റെക്ടറായിരുന്നു, മിഷൻ്റെ ചാർജുള്ള അച്ഛനാണ്. അപ്പോൾ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷകൾ അനുഗ്രഹീതമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സമാപനാശീർവാദം എഴുന്നേറ്റ് നിൽക്കാം. സമാപനാശീർവാദത്തിനായി നവവൈദികൻ ഇപ്പോൾ അഭിവന്യ പിതാവിന്റെ മുന്നിൽ മുട്ടുകുത്തുന്നു. നമുക്കും അദ്ദേഹത്തോട് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് ശിരസ്സ് നമിച്ച ആശീർവാദം സ്വീകരിക്കാം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തൻ്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ. ഈ അനുഗ്രഹീത ദിനത്തിൽ എവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഫ്രാൻസിസ്കൻ കൺവെൻഷ്യൽ സഭയുടെ പ്രിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ. അച്ഛനെ കേൾക്കാനായി നമുക്കൊരു നിമിഷം ശാന്തമായി ഇരിക്കാം. അഭിവന്ദ്യ മാർ ജോസ് പാമ്പ്ലാനി പിതാവേ, ബഹുമാനപ്പെട്ട മാർട്ടിനച്ച, മറ്റ് സഹവൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, എത്രയും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഡോണച്ചൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, ഭാരത കൺവെൻഷ്യൽ സഭ ഏറെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ സെൻറ്റ് മാക്സിമിലിയൻ കോൾബേ പ്രൊവിൻസിൻ്റെ 118ാമത്തെ വൈദികനായിട്ടാണ് ഡോണച്ചന് ഇന്ന് ഞങ്ങൾക്ക് പുതു വൈദികനായിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ തലശ്ശേരി അതിരൂപതയിൽ നിന്ന് 16ാമത്തെ വൈദികനാണ് ഞങ്ങളുടെ പ്രൊവിൻസിലേക്കുള്ളത്. തലശ്ശേരി അതിരൂപതയോടുള്ള ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതിലേറെ ജോസഫ് പാമ്പ്ലാനി പിതാവിനുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ 16ാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പ്രഭാഷണം കൊണ്ട് ഒരുപാട് പേരെ ആകർഷിച്ചപ്പോൾ 16ാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഫ്രാൻസിസ് മാർപ്പാപ്പ മനുഷ്യരുടെ ഹൃദയങ്ങളെയാണ് സംസാരിക്കുന്നത്. പാമ്പ്ലാനി പിതാവ് മനുഷ്യരുടെ ഹൃദയങ്ങളോട് മാത്രമല്ല, തൻ്റെ പ്രഭാഷണം കൊണ്ടും വചനവ്യാഖ്യാനം കൊണ്ടും മനുഷ്യരുടെ ഹൃദയങ്ങൾ കീഴടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. പിതാവിൻ്റെ ഇന്നത്തെ ഉപദേശം വളരെ കൃത്യമാണ്. ഡോണച്ചനോട് പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഞങ്ങൾ വൈദികരെല്ലാം അത് ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ ചരിക്കുവാനും യാതൊരു ഭയമില്ലാതെ ഈശോയെ കൂടെ നിർത്തി മുന്നോട്ട് പോകുവാനും നമ്മുടെ പീഡകളിൽ ഈശോയുടെ തിരുമുറിവുകളോട് വെച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കത്തക്ക രീതിയിൽ വിശുദ്ധിയിൽ ജീവിച്ച് രൂപാന്തരീകരിക്കപ്പെട്ട്
ഈശോയുടെ യഥാർത്ഥ പ്രതിപുരുഷനായി സ്വർഗം തുറക്കാനും നരകമടയ്ക്കാനുമുള്ള ശക്തി സ്വീകരിക്കുവാനുമാണ് ഇന്ന് പിതാവ് നമ്മളോട് എല്ലാവരോടും ആവശ്യപ്പെട്ടത്. ഏറെ ആത്മാർത്ഥതയോടെ പിതാവിൻ്റെ ഉപദേശം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഫ്രാൻസിസ്കൻ കൺവെൻഷൻ സഭയോട് പിതാവ് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നിലയിൽ ഭാരത കൺവെൻഷൻ സഭയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. അതിനേക്കാൾ പ്രത്യേകമായിട്ട് ഇന്ന് ഡോണച്ചനെ പുരോഹിത പദവിയിലേക്ക് ഉയർത്തി, പിതാവിൻ്റെ കൈവപ്പ് വഴി ഉയർത്തിയതിന് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഭാരത കൺവെൻഷൻ സഭയുടെയും, അതോടൊപ്പം തന്നെ മാൾട്ടയിലെ സെൻറ്റ് പോൾ പ്രൊവിൻസിൻ്റെ ഭാഗമാണ് കൽക്കട്ട മിഷൻ. അപ്പോൾ അച്ഛൻ പഠിച്ചതും ഇനിയും ആദ്യകാലങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത് അവിടെയാണ്. അപ്പോൾ കോളിൻ അച്ഛനാണ് അവിടുത്തെ പ്രൊവിൻഷ്യൽ. അവിടുത്തെ അച്ഛൻ്റെ പേരിലും ഞങ്ങളുടെ കൂടിയിരിക്കുന്ന കൺവെൻഷൻ സഭയിലെ എല്ലാ വൈദികരുടെയും പേരിലും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഡോണച്ചൻ ഒരു തിരി പിതാവിന് വാഗ്ദാനം നൽകും. മിശിഹായുടെ പൗരോഹിത്യത്തിൽ തന്നെ പങ്കുകാരനാക്കി അഭിവന്യ പിതാവിനോട് തനിക്കുള്ള നന്ദിയും സ്നേഹവും പ്രകടമാക്കാൻ നവവൈദികൻ അഭിവന്യ പിതാവിന് കത്തിച്ച തിരി നൽകുന്നു. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സ്വയം കത്തിയിരിഞ്ഞ് ചുറ്റും പ്രകാശം പരത്തുന്ന ഈ തിരി പോലെ ദൈവത്തിനും ദൈവജനത്തിനുമായി എരിഞ്ഞു തീരാനുള്ള തന്റെ സന്നദ്ധത കൂടി നവവൈദികൻ ഇവിടെ വ്യക്തമാക്കുന്നു. നമുക്കും നവവൈദികനോട് ചേർന്ന് അഭിവന്യ പിതാവിന് നന്ദി പറയാം. പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട വികാരിച്ചിട്ട് നന്ദി പറയുകയാണ്. ഞാൻ വിചാരിച്ച് ഫ്രാൻസിസ്കൻ ആതിഥ്യമാണ് ഏറ്റവും വലുതെന്ന്. എന്നാൽ അതിനെ തോൽപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ അച്ഛന്മാരെയും ഈ പട്ടം നടക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം മുതൽ മാർട്ടിൻ അച്ഛൻ വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് സഹകരിക്കുകയും ഏതെല്ലാം രീതിയിൽ ഇത് ക്രമീകരിക്കണമെന്ന് വ്യക്തമായ സൂചനകൾ നൽകുകയും ചെയ്തുകൊണ്ട് ഇതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തതിന് ഫ്രാൻസിസ്കൻ കൺവെൻഷൻ സഭയുടെ പേരിൽ വികാരിയച്ഛനെയും കൊച്ചച്ഛന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഈ ഇടവക സമൂഹത്തെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. തോമാപുരം ഇടവയിൽ നിന്നും ഇനിയും ധാരാളം ദൈവങ്ങളിൽ ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഇപ്പോൾ അഭിവന്യ പിതാവും നവവൈദികനും സഹകാർമ്മികരും നവവൈദികന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരും ചേർന്നതിന് ഫോട്ടോ എടുക്കുന്ന സന്ദർഭമാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം ദേവാലയത്തിൽ ആയിരിക്കാം. ഉടനെ തന്നെ നവവൈദികന്റെ നന്ദി പ്രകാശനവും പ്രഥമ ദിവ്യബലി അർപ്പണവും ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് തുടർന്ന് പങ്കുചേരാം. പൗരോഹിത്യമേ കൊതിയോടെ ഞാൻ വരുന്നു. പൗരോഹിത്യമേ കൊതിയോടെ ഞാൻ വരുന്നു. നിന്നുടെ ആരാമവല്ലിയിൽ പൂക്കുവാൻ ഭാഗ്യം തന്നൊരി ജന്മമോർത്താൻ. നിന്നുടെ ആരാമവല്ലിയിൽ പൂക്കുവാൻ ഭാഗ്യം തന്നൊരി ജന്മമോർത്താൻ. ഇനി പിരിയില്ല ഞാൻ നിന്നെ, ഇനി പിരിയില്ല നിന്നോട് ചേർന്ന, ഇനി പിരിയില്ല ഞാൻ നിന്നെ, ഇനി പിരിയില്ല നിന്നോട് ചേർന്ന. ജീവൻ പിരിയും മഹനീയമാ നേരം നാവിൽ നിന്നാമവും നിന്റെ രക്തവും നിൻ മാംസവും
എൻ പ്രാണനങ്ങേ കേടുവാൻ മനസാലെ ഞാനും വന്നിടുന്നു. ഇനി പിരിയില്ല ഞാൻ നിന്നെ, ഇനി പിരിയില്ല നിന്നോട് ചേർന്ന, ഇനി പിരിയില്ല ഞാൻ നിന്നെ, ഇനി പിരിയില്ല നിന്നോട് ചേർന്ന. യേശുവേ നിൻ പൈതലാ ജീവിതം നിനക്കാകുന്നിനാ. സ്വർഗാധിനാഥനെ ഈ കൈകളിൽ ഉയർത്തിടുവാനുള്ള ഭാഗ്യമോർത്താൻ, സ്വർഗാധിനാഥനെ ഈ കൈകളിൽ ഉയർത്തിടുവാനുള്ള ഭാഗ്യമോർത്താൻ. ഇനി പിരിയില്ല ഞാൻ നിന്നെ, ഇനി പിരിയില്ല നിന്നോട് ചേർന്ന, ഇനി പിരിയില്ല ഞാൻ നിന്നെ, ഇനി പിരിയില്ല നിന്നോട് ചേർന്ന. പുണ്യ പൗരോഹിത്യമേ കൊതിയോടെ ഞാൻ വരുന്നു. നിന്നുടെ ആരാമവല്ലി പൂക്കുവാൻ ഭാഗ്യം തന്നൊരു ജന്മമോർത്താൻ, ഇനി പിരിയില്ല ഞാൻ നിന്നെ, ഇനി പിരിയില്ല നിന്നോട് ചേർന്ന, ഇനി പിരിയില്ല ഞാൻ നിന്നെ, ഇനി പിരിയില്ല നിന്നോട് ചേർന്ന. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ നവവൈദികൻ